നെൽകർഷകരെ അപമാനിച്ച മന്ത്രി എം.ബി. രാജേഷ് മാപ്പ് പറയണമെന്ന് കർഷക സംഘടനകൾ. നെല്ല് സംഭരിച്ച് 5 മാസമായിട്ടും സർക്കാർ വില നൽകാതായതോടെയാണ് കർഷകർ പ്രതിഷേധിച്ചത്. എന്നാൽ ഫോട്ടോയെടുക്കാൻ വേണ്ടിയാണ് സമരം ചെയ്യുന്നതെന്ന് പറഞ്ഞ മന്ത്രി കർഷകരെ അപമാനിച്ചുവെന്ന് വിവിധ കർഷക സംഘടനകളുടെ സംയുക്ത കർഷകവേദി പറഞ്ഞു. കേരളത്തിലാണ് ഏറ്റവും അധികം നെല്ലിന് താങ്ങുവില നൽകുന്നതെന്നുൾപ്പെടെ പച്ചക്കള്ളമാണ് മന്ത്രി പറയുന്നതെന്നും കർഷകവേദി പാലക്കാട് പ്രതികരിച്ചു. കഴിഞ്ഞ ചിങ്ങം 1-നാണ് തൃത്താല കപ്പൂരിൽ സർക്കാരിന്റെ കർഷക ദിനാഘോഷത്തിൽ നെല്ലിന്റെ വില ലഭിക്കാത്തതിനെതിരെ കർഷകർ കറുത്ത മാസ്ക് അണിഞ്ഞ് പ്രതിഷേധിച്ചത്. എന്നാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് കർഷകരുടെ സമരം എന്ന് പറഞ്ഞായിരുന്നു മന്ത്രി എം.ബി. രാജേഷിന്റെ പരിഹാസം. ന്യായമായ ആവശ്യത്തിൽ പ്രതിഷേധിക്കുന്ന കർഷകരെ മന്ത്രി അപമാനിച്ചുവെന്നും സംഭവത്തിൽ മന്ത്രി മാപ്പ് പറയണമെന്നും വിവിധ കർഷക സംഘടനകളുടെ കൂട്ടായ്മയായ കർഷക വേദി പറഞ്ഞു. ചിങ്ങം 1-ന് കൃഷിഭവനിൽ ആദരിക്കാൻ എത്തിയെന്നും പൈസ കിട്ടാതെ റോഡില് സമരം ചെയ്തവര് പരസ്യത്തിന് വേണ്ടി പത്രത്തിൽ വാർത്ത വരാൻ വേണ്ടി സമരം ചെയ്തു എന്നുള്ള കർഷകരെ അപമാനിക്കുകയാണ് മന്ത്രി ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ട് മന്ത്രി മാപ്പ് പറയണമെന്നൊരു റിക്വസ്റ്റ് കൂടി ഞങ്ങൾക്കുണ്ട്. 5 മാസമായി കർഷകരിൽ നിന്നും വാങ്ങിയ നെല്ലിന്റെ പണം സർക്കാർ നൽകിയിട്ട് രാജ്യത്ത് കേരളത്തിലാണ് ഏറ്റവും അധികം നെല്ലിന് താങ്ങുവില നൽകുന്നത് എന്നാണ് മന്ത്രി എം.ബി. രാജേഷ് പറയുന്നത്. എന്നാൽ കേരളത്തിലേക്കാൾ കൂടുതൽ വില ഒഡീഷയിലും ഛത്തീസ്ഗഡിലും അവിടുത്തെ സർക്കാരുകൾ കർഷകർക്ക് നൽകുന്നുണ്ടെന്നും നെല്ല് സംഭരിച്ചാൽ 48 മണിക്കൂറിനുള്ളിലാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ തുക കർഷകർക്ക് നൽകുന്നതെന്നും കർഷക സംഘടനകൾ പറഞ്ഞു. ഏറ്റവും കൂടുതൽ നെല്ലിന്റെ വില കൊടുക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ് ഞാൻ പറഞ്ഞത്. ഒറീസയിൽ 31 രൂപ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒറീസ മാത്രമല്ല ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ 2-3 സംസ്ഥാനങ്ങളിൽ 31 രൂപ വെച്ച് നെല്ല് സംഭരിക്കുന്നുണ്ട്. 48 മണിക്കൂറിനുള്ളിൽ പൈസ കൊടുക്കുന്നുണ്ട്. ഈ അടുത്ത തമിഴ്നാട് കൊടുക്കുന്നുണ്ട്. പക്ഷേ കേരള ഗവൺമെന്റ് കർഷകരെ ഒരു രണ്ടാംകിട പൗരന്മാരായി കാണുന്ന ഒരു രീതിയാണ്. നെല്ല് സംഭരണ തുക നൽകുക, കോടതി ഉത്തരവ് പ്രകാരമുള്ള ചുമട്ടുകൂലി അനുവദിക്കുക, വനം വന്യജീവി നിയമം 1972 നിയമം ഭേദഗതി ചെയ്യുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കർഷകവേദി നാളെ പാലക്കാട് സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്തുമെന്നും കർഷക സംഘടനകൾ വ്യക്തമാക്കി. കർഷകരുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി കൃഷിമന്ത്രിയെ സന്ദർശിച്ചിരുന്നുവെന്നും കേന്ദ്രം നൽകാനുള്ള തുക സംബന്ധിച്ച രേഖകൾ നൽകിയാൽ അത് ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് അറിയിച്ചിട്ടും മന്ത്രി നിരുത്തരവാദിത്വപരമായ സമീപനം സ്വീകരിച്ചുവെന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റും നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച സമിതിയിലെ അംഗവുമായ C. കൃഷ്ണകുമാറും ആരോപിച്ചു. ജനം, പാലക്കാട്.